വൺ പീസിലെ ഇന്നും വെളിപ്പെടുത്താത്ത ഒരു രഹസ്യമാണ് വിൽ ഓഫ് ടി. വിൽ ഓഫ് ടി എന്താണെന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള തിയറികളുമുണ്ട്. അതിലൊന്നിലേക്കാണ് ഞാൻ കടക്കുന്നത്. റെഡിറ്റിലെ വൺ പീസ് സബ്റെഡിറ്റിൽ വന്ന ജൂഗി എന്ന ഒരു യൂസർ ഷെയർ ചെയ്ത തിയറിയാണിത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഡി എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അതിൽ നിലനിൽക്കുന്നതിൽ പ്രധാനമായ ഒരു തിയറിയാണ് ഡോൺ അല്ലെങ്കിൽ പ്രഭാതം എന്നുള്ളൊരു വാക്ക്. അതിന് കാരണം ജോയ് ബോയ് വേൾഡ് ഗവൺമെൻറ്റിനെ തോൽപ്പിച്ച് സൂര്യന് താഴെ ലോകത്തെ ഒരുമിപ്പിച്ച് ഒരു പ്രഭാതം കൊണ്ടുവരുമെന്നൊരു പ്രൊഫസിയുണ്ട്. പിന്നെ റൊമാൻ സ്റ്റോണ്, ഡോൺ ഐലൻഡ് എന്നതൊക്കെ ചിലപ്പോൾ ഇതിലേക്ക് ചൂണ്ടുന്നതുമാവാം. പക്ഷേ നെഫർതാരി ഡി ലിലിയെ വെളിപ്പെടുത്തിയതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാവും ഡി എന്നത് വോയിഡ് സെഞ്ചുറിയിലേക്കോ ചിലപ്പോൾ അതിന് മുൻപത്തെ കാലഘട്ടത്തിൽ നിന്നോ ഉള്ളതാണെന്ന്. ജൂഗി എന്ന യൂസർ പറയുന്നത് ഡി എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഡ്രം എന്നാണെന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ ലൂഫിയുടെ ഫാമിലിയുടെ ഫുൾ നെയിം മങ്കി ഡ്രം ലൂഫി എന്നാവില്ലേ എന്ന്. അതും ശരിയാണ്. മങ്കി ഡ്രം ലൂഫി എന്ന പേര് മങ്കി ഡോൺ ലൂഫിയേക്കാൾ മികച്ചതായി തോന്നിയത്രേ. അതുകൊണ്ടാണ് അയാൾ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തത്. ഇതാണ് ജപ്പനീസ് ഡെൻഡൻ ഡൈക്കോ എന്ന വാദ്യോപകരണം. ഡെൻഡൻ ഡൈക്കോ എന്നത് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഉടയ്ക്ക പോലത്തെ ഒരു ജപ്പനീസ് വാദ്യോപകരണമാണ്. ഷിൻഡോ ബുദ്ധിസ്റ്റ് ആരാധനകളിൽ ഉപയോഗിക്കുന്ന ഈ ഉപകരണത്തിൻ്റെ മറ്റൊരു പേരാണ് മങ്കി ഡ്രം. അയാൾക്ക് ഇതിലൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് കുറച്ചുകൂടി തിരിഞ്ഞപ്പോഴാണ് മറ്റൊരു ഡെൻഡൻ ഡൈക്കോ കാണുന്നത്. അതിന് ഏൻഷ്യൻ കിങ്ഡത്തിൻ്റെ ക്രസ്റ്റുമായി ഒരു സാമ്യം തോന്നി. സ്കൈപ്പിയുടെ ചിഹ്നവും കൊസുഗി ഫാമിലിയുടെ ചിഹ്നവും ഫിഷ്മൻ ഐലൻഡിലെ ചിഹ്നവുമായൊക്കെ ഇതിന് കണ്ടാൽ ഏകദേശം സാദൃശ്യം തോന്നും. ഇനി ജോയ് ബോയ് ആണ് യഥാർത്ഥ ഡ്രം ഓഫ് ലിബറേഷൻ വായിച്ചതെന്നിരിക്കട്ടെ. അതിനർത്ഥം അയാൾ എല്ലാ വർഗങ്ങളെയും അയാൾ പോയ ദ്വീപിൽ നിന്ന് സംഗീതത്തിൻ്റെ ശക്തിയാലോ ആഘോഷങ്ങളിൽ കൂടിയോ ആണ് ഒരുമിപ്പിച്ചത് എന്നതിലൊരു അർത്ഥം വരും. ആഘോഷങ്ങൾക്കും മ്യൂസിക്കിനും വൺ പീസിൻ്റെ കഥയിൽ നല്ല സ്ഥാനമുണ്ടല്ലോ. പിന്നെ അവരെ എല്ലാം ഒരുമിപ്പിച്ച ജോയ് ബോയുടെ ഇഷ്ടപ്പെട്ട ആയുധവും അത് ചെയ്ത രീതിയും കൊണ്ട് ഈ ഫാമിലികളുടെ എല്ലാം ചിഹ്നമായതിൽ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നും. അതിൽ അസ്വാഭാവികമായിട്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി മറ്റൊരു യൂസർ ഒഹാര ലൈബ്രറിയൻ ആർട്ടർ പറഞ്ഞത് ലൂഫിയുടെ യഥാർത്ഥ ഡ്രീം എന്നത് ഈ ലോകം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടി നടത്തണമെന്നാണ്. അപ്പോൾ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ്? മ്യൂസിക്. അതെ, ജോയ് ബോയ് ലൂഫിയിലൂടെ വായിക്കുന്ന ഡ്രംസ് ഓഫ് ലിബറേഷൻ. പിന്നെ ബിങ്സ് സാക്കെ എന്ന പാട്ടിൽ ഇതിനെ നേരിട്ട് റെഫർ ചെയ്യുന്ന 3 വരികളുണ്ട്. ലെറ്റ്സ് ഓൾ സിങ് ഔട്ട് വിത്ത് ഡോൺ ആസ് ദ ഷിപ്പ് സെറ്റ് സെയിൽ. കപ്പൽ പുറപ്പെടുമ്പോൾ ഒരു ഡോൺ കൊണ്ട് നമ്മൾക്ക് കൊട്ടിപ്പാട്ട് പാടാം. നൗ ദ വേവ്സ് ആർ ഡാൻസിങ് ബീറ്റ് അപ്പോൺ ദ ഡ്രംസ്. തിരകൾ നൃത്തം ചെയ്യുമ്പോൾ ഡ്രമ്മിൽ കൊട്ടു. ലെറ്റ്സ് ഓൾ സിങ് വിത്ത് എ ഡോൺ എ സോങ് ഓഫ് വേവ്സ്. ആ ഉടയ്ക്ക കൊണ്ട് നമുക്ക് പാട്ട് പാടാം, തിരകളുടെ സംഗീതം. ഇതാണ് ഈ തിയറിയുടെ അടിസ്ഥാനമായി ജൂഗി കണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡി ഫാമിലിയുടെ കാര്യം എന്താണ്? അതിനും അയാൾ വിശദീകരണം തരുന്നുണ്ട്. ഉദാഹരണത്തിന് ഗോൾഡ് ഡി റോജർ, ഗോൾഡ് ഡ്രം റോജർ. അപ്പോൾ പേരിന് ഗോൾഡ് റം റോജർ എന്നൊരു വിളി കൂടി വരും. മാർഷാൽ ഡി ടീച്ച്, മാർഷാൽ ഡ്രം ടീച്ച്. ഇതൊരു യഥാർത്ഥ വാദ്യോപകരണമാണ്. പിന്നെ റോക്സ് ഡി സെബക്ക്, റോക്സ് ഡ്രം സെബക്ക്. റോക്ക് മ്യൂസിക്കിൽ ഡ്രംസ് ധാരാളം ഉണ്ടല്ലോ. പിന്നെ റോക്ക് മ്യൂസിക് ഇച്ചിരി അഗ്രസീവുമാണ്. അതുപോലെ തന്നെ റോക്സ് ഡി സെബക്കും അഗ്രസീവായിട്ടാണ് ഇതുവരെയുള്ളൊരു നമ്മുടെ രൂഹം. അതുപോലെ ട്രഫൽഗാർ ഡി വാട്ടർലോ, ട്രഫൽഗാർ ഡ്രം വാട്ടർലോ. ഈ പേരിൽ മാത്രം ജൂബിക്കൊരു ഇത് തോന്നിയില്ല. അപ്പോഴാണ് അയാൾ ഒരു ആർട്ടിക്കിൾ കണ്ടുപിടിക്കുന്നത്, ട്രഫൽഗാർ ഡ്രമ്മേഴ്സിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ചുരുക്കി പറയാം, വായിക്കേണ്ടവർക്ക് പോസ് ചെയ്ത് വായിക്കാം. ഫ്രഞ്ച് സ്പാനിഷ് പടകൾക്ക് നേരെ ഇംഗ്ലണ്ട് യുദ്ധത്തിന് പോയപ്പോൾ ആ കൂട്ടത്തിൽ 2 ഡ്രമ്മേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരാൾ ട്രഫൽഗാറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മരണം വരിച്ചു. അങ്ങനെയുണ്ടായ ഖ്യാതിയാണ് ട്രഫൽഗാർ ഡ്രമ്മേഴ്സ്. അപ്പോൾ മറ്റു ഫാമിലിയുമായി ഡ്രമ്മ് ഏകദേശം ചേരുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി ഏറ്റവും വലിയ ക്ലൂ എന്നത് ആദ്യമായി എവിടെ വെച്ചാണ് നമ്മൾ വിൽ ഓഫ് ടിയെ കുറിച്ച് കേൾക്കുന്നത്? ഡ്രം ഐലൻഡിൽ വെച്ച്. അതും ഡോക്ടർ കുരഹ പറഞ്ഞാണ്. പിന്നെ ഒരു ഐലൻഡിൽ എങ്ങനെയാണ് ഡ്രം എന്ന് പേര് വരുന്നത്? അതും ഒരു ദുരൂഹമായ കാര്യമാണ്. കുരഹ അസാമാന്യമായ ചിന്താശേഷി ഉള്ളവരാണ്. ലൂഫിക്ക് ഡി എന്ന വാക്ക് ഇനീഷ്യൽ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഡി എന്നത് അവനെ അപകടകാരിയാക്കും. കുരഹയാണ് ആദ്യമായി പൈററ്റ് കിങ്ങിൻ്റെ പേര് ഗോൾഡ് റോജർ എന്നല്ല ഗോൾഡ് ഡി റോജർ എന്നാണ് എന്ന് പറയുന്നത്. അവർ പിന്നീട് വിൽ ഓഫ് ടിയുമായി എന്തോ വിചിത്രമായ പരിചയമുള്ളതായും നമ്മൾക്ക് തോന്നും. ഇനി ഇതിൽ ബോണസ് ആയിട്ട് കൂടി ജൂഗി പറയുന്നത്, ഇനി വൺ പീസ് ജോയ് ബോയുടെ ശരിക്കുള്ള ഡെൻഡൻ ഡൈക്കോ ആണെങ്കിലോ ലോകത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തിരഞ്ഞു പോയിട്ട് കിട്ടുന്നത് ഒരു വലിയ ഡ്രം ആണെങ്കിലോ ഉറപ്പായിട്ടും ചിരിച്ചു പോകത്തില്ലേ? ഇതാണ് ജൂഗി എന്ന റെഡിറ്ററിൻ്റെ ഒരു അഭിപ്രായം. ഇത് വായിച്ചപ്പോൾ ഇതിലൊരു കഴമ്പുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.